രാജൻ അഴീക്കോടിന്റെ ശ്രേഷ്ഠം നോവൽ പ്രകാശനം ചെയ്തു. രാജൻ അഴീക്കോടൻ രചിച്ച് ബ്ലൂയിങ് ബുക്സ് പ്രസിദ്ധീകരിച്ച നോവൽ ശ്രേഷ്ഠം കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിൽ വിനായക ഫൗണ്ടേഷൻ മുൻ ജനറൽ സെക്രട്ടറിയും വ്യവസായിയുമായ സി ജയചന്ദ്രൻ എഴുത്തുകാരി PC ലേഖയ്ക്ക് ആദ്യ പ്രതി നൽകി പ്രകാശനം ചെയ്തു. കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ സുമാ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഏറ്റവും നല്ലോണം ഉള്ളുകൊണ്ട് ആത്മാവ് നൽകി എഴുതിയത് ഓമലാണ്. ഇവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിന് മികച്ച സത്യജിത് റായ് ഫിലിം സൊസൈറ്റിയുടെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ മുഴുവൻ ഈ ഫ്രണ്ട്സ് സർക്കിളിന്റെ ഫ്രണ്ട്സിനോടുള്ള ഇടപെടൽ, അവരോടുള്ള സ്നേഹബന്ധവും അവരുമായിട്ടുള്ള കൂട്ടായ്മയും അവരുടെ യാത്രയുടെ പശ്ചാത്തലത്തിലാണ്. അങ്ങനെ ഓരോന്നും എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിലും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവവും ചുറ്റുപാട് ഉള്ള കഥാപാത്രങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള എഴുത്തുമാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരു ഉറപ്പ് നൽകുന്നത് 2-3 കഥാപാത്രങ്ങളെ ഞാൻ തരാം. തുടർന്ന് എഴുതാൻ പറ്റിയ 2-3 നല്ല കഥാപാത്രങ്ങളെ ഞാൻ തരാം. വേറെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. രാജൻ അഴീക്കോടൻ എന്നുള്ള ആ പദം, അഴീക്കോട് എന്നുള്ള വാക്ക് എനിക്കും പ്രത്യേകം ഞാൻ ചേർത്ത് വെക്കുന്ന ഒരു സ്ഥലമാണ്. അഴീക്കോടൻ അദ്ദേഹത്തിന്റെ ഒരു തറവാട് പേരാണെങ്കിലും അഴീക്കോട് എന്നതിൽ നിന്നാണ് അത് ഉടലെടുത്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് എന്റെ ഊഹം. വിധിയുടെ വിളയാട്ടത്തിൽ എന്ന പോലെ അപ്രതീക്ഷിത ദുരന്തത്താൽ താളം തെറ്റിയ ശ്യാമപ്രസാദിന്റെ ജീവിതത്തിലേക്ക് ഒരു മാലാഖിയായി റോജ എന്ന യുവതി വന്നെത്തുന്നു. തൻ്റെ പ്രാണപ്രിയന്റെ ഉയർത്തെഴുന്നേൽപ്പിനും സന്തോഷത്തിനും വേണ്ടി അവൾ നിതാന്ത ശ്രദ്ധയോടെ അയാളെയും വൃദ്ധനായ പിതാവിനെയും പരിചരിക്കുന്നു. അതീവ സുന്ദരിയായ റോജയെ സ്വന്തമാക്കാനും ശ്യാമപ്രസാദിന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാനും തക്കം പാർത്ത് കഴിയുന്ന ചില ദുർമോഹികളുടെ പ്രവൃത്തികൾ കഥാഗതിയിൽ ജിജ്ഞാസയും സംഘർഷവും നിറക്കുന്നു. ഹൃദയധാരിയായ ഒരു പ്രണയകഥ ഒഴുക്കുള്ള ഭാഷയിൽ ആവിഷ്കരിക്കുകയാണ് രാജൻ അഴീക്കോട് എന്ന നോവലിസ്റ്റ്. ആദ്യ പുസ്തക രചനയിലൂടെ തന്നെ ഇരുത്തം വന്ന എഴുത്തുകാരന്റെ പട്ടികയിൽ ഇടം പിടിച്ച ആളാണ് രാജൻ അഴീക്കോടൻ. സാങ്കേതികത്വമോ വ്യാകരണ വിജ്ഞാനമോ ആവശ്യമില്ലാതെ ഹൃദയം കൊണ്ട് വായിക്കേണ്ടുന്ന കഥകളാണ് രാജൻ അഴീക്കോടന്റെ കഥകൾ. ആകാംക്ഷയുടെ ഔന്നിത്യങ്ങളും നിരാശയുടെ കാണാക്കയങ്ങളും ഇല്ലാത്ത, എന്നാൽ ഗാംഭീര്യം ഒട്ടും വിടാത്ത കഥകൾ. പ്രണയപയോധി, സന്തോഷവതി, അമല, വിഭൂതി, ഓമലാളൻസ് തുടങ്ങിയവയാണ് രാജൻ അഴീക്കോടന്റെ മറ്റു പുസ്തകങ്ങൾ. നോവലിസ്റ്റ് സുജിത് ഭാസ്കർ പുസ്തക പരിചയം നടത്തി. ഏറ്റവും പുതിയൊരു ചിന്ത ഈ ഓർമ്മകളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും കാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എഴുത്തുകാരൻ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കഥകൾ വായിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. റോബർട്ടോ ബെനീനിയോ എന്ന വിഖ്യാതമായ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഒരു മനുഷ്യൻ, ഒരു വൃദ്ധനായ മനുഷ്യൻ, അയാൾക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. ജീവിതത്തിൽ അയാളെ തേടി വരുന്നത് മരണം മാത്രമാണ്. ആ മരണത്തെ കാത്ത് നരച്ച കണ്ണുകളുമായ മനുഷ്യനെ കാത്തു കിടക്കുകയാണ്. ഒന്നും അയാളെ തേടി വരാൻ, ഒരു വെളിച്ചത്തിന്റെ, ഒരു പ്രകാശത്തിന്റെ ഒരു കണിക പോലും ആ ഇരുണ്ട മുറിയിലേക്ക് വരാനില്ല. അങ്ങനെ കിടക്കുന്ന ആ മനുഷ്യന്റെ കട്ടിലടിയിൽ എന്തോ നിധിയുണ്ടെന്ന് കേട്ട് 2 കള്ളന്മാർ ദിവസം കടന്നു വന്ന് ഈ മനുഷ്യനെ കട്ടിലോടെ എടുത്ത് ഒരരികിലേക്ക് മാറ്റി ആ കട്ടിലിന്റെ അടിയിൽ കുടിച്ചു നോക്കുകയാണ്. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്ക് അവിടെ നിന്ന് ഒരു പെട്ടി കിട്ടുകയാണ്. ഈ പെട്ടിയുമായി ആ കള്ളന്മാർ അതീവ സന്തോഷത്തോടെ അവരുടെ താവളത്തിലേക്ക് മടങ്ങുന്നു. അവിടെ എത്തിപ്പെട്ട് തുറന്നു നോക്കിയപ്പോൾ കടുത്ത നിരാശയുടെ ആഴത്തിലേക്ക് കള്ളന്മാർ ചെന്ന് പതിക്കുകയാണ്. പഴയ ചില കടലാസ് കഷ്ണങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. ഞങ്ങളിങ്ങനെ ചതിച്ച ആ മനുഷ്യന് പണി കൊടുക്കണമെന്ന് കരുതി ഈ കള്ളന്മാർ അതിലോരോ കടലാസ് കഷ്ണവും എടുത്ത് വർണ്ണ കടലാസിൽ പൊതിഞ്ഞ് ഈ മനുഷ്യനെ, ഈ മരിക്കാൻ കാത്തിലിട്ട് കിടക്കുന്ന, ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത മനുഷ്യന്റെ വിലാസത്തിലേക്ക് അയക്കുകയാണ്. ഓരോ ദിവസവും ആ മനുഷ്യനെ തേടി വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഓരോ കത്തുകൾ വരുന്നു. ആ മനുഷ്യൻ അറിയാം ഈ കത്തിലുള്ളത് എന്നോ തന്റെ യൗവനകാലത്ത് തന്റെ പ്രണയം സർവത്ര പ്രണയമായിരുന്ന കാമുകി അയച്ച കത്തുകളായിരുന്നു. എങ്കിലും ഓരോ ദിവസവും ആ മനുഷ്യൻ ആ കത്തിനെ കാത്ത് കിടക്കുകയാണ്. ഓരോ ദിവസവും കത്ത് വരുമ്പോൾ ആ മനുഷ്യന്റെ കണ്ണിൽ പുതിയ പ്രകാശം വരുന്നു. പഴയ മാത്രം ഓടിയ ഞരമ്പുകൾ പുതിയൊരു ഊർജത്തിലേക്ക് വരുന്നു. പതിയെ പതിയെ ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് വരികയാണ്. ഈ പുസ്തകത്തിന്റെ അവതാരികയിൽ ജസീത എന്ന് പറയുന്നത്
ഇതുതന്നെയാണ് സാഹിത്യവും നമ്മളോട് ചെയ്യുന്നത്. ശശീന്ദ്രൻ KC ചാല, മീര കൊയ്യോട്, CVN തൻവീറ, കണ്ണൂർ ജവഹർ ലൈബ്രറി വർക്കിംഗ് ചെയർമാൻ M രത്നകുമാർ, സെക്രട്ടറി സുധീർ പയ്യനാടൻ എന്നിവർ പ്രസംഗിച്ചു. രാജൻ അഴീക്കോടൻ മറുപടി പ്രസംഗം നടത്തി. പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഒരു മീഡിയ, എനിക്കൊരു സാധനം പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു മീഡിയ ആയിട്ട് ഈ പ്രണയത്തെ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. പ്രണയമല്ല എൻ്റെ ഈ ശ്രേഷ്ഠത്തിന്റെ സബ്ജക്ട്. സ്ത്രീകളെ എത്രത്തോളം മഹത്വവൽക്കരിക്കാൻ വേണ്ടി പറ്റും അത്രത്തോളം മഹത്വവൽക്കരിക്കാനാണ് ഞാൻ ഈ പുസ്തകത്തിൽ ഞാൻ ശ്രദ്ധിച്ചത് മാക്സിമം. അത് സുജിത്ത് വായിക്കുമ്പോ ഞാൻ എഴുതുമ്പോഴും എനിക്ക് കണ്ണെന്ന് വെള്ളം വന്നിട്ടുണ്ട്. അതില് ഞാൻ കുറെയൊക്കെ ലക്ഷ്യം നേടിയിട്ടുണ്ടെന്നുള്ളതാണ്. മറ്റൊന്ന്, ഞാൻ ഈ പുസ്തകം പ്രകാശനത്തിന് വേണ്ടി സാധാരണ പുസ്തകം പ്രകാശനത്തിന് കൊടുക്കാറില്ല. ഞാൻ എല്ലാവർക്കും കൊടുത്തു വായിക്കാൻ. വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എനിക്കൊരു എന്തെങ്കിലും ശ്രേഷ്ഠമായത് എനിക്ക് എന്തെങ്കിലും വീട് കിട്ടും എന്നുള്ളത്. അതായത് എൻ്റെ പുസ്തകത്തിനെ പറ്റി ഞാൻ വിചാരിക്കാത്തതിനപ്പുറം എന്തെങ്കിലും ആരെങ്കിലും പറയും എന്നുള്ളതിലാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം അതിനു വേണ്ടി അപ്പൊ ഓരോ ആൾക്കും കൂടെ സംസാരിച്ച എല്ലാവരും വായിച്ചവർ വിഭിന്നമായിട്ടുള്ള രൂപത്തിലാണ് എൻ്റെ പുസ്തകത്തിനെ കണ്ടിട്ടുള്ളത്. ഒരു എഴുത്തുകാരൻ എന്നുള്ള രൂപത്തില് ഞാൻ എൻ്റെ ശ്രേഷ്ഠത്തിനാണ്, ഞാൻ കഥ പറയാനല്ല ഞാൻ ശ്രേഷ്ഠ എഴുതിയത്. എൻ്റെ സഹോദരന്മാരെയൊക്കെ ആയാലും സഹോദരിമാരായാലും ഭാര്യമാരായാലും അല്ലെങ്കിൽ ലേഡീസ്, അതായത് സ്ത്രീ എന്നുള്ളവരെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തത്. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.